നമസ്കാരം. നമ്മൾ 2025 അവസാന ദിവസത്തിലെത്തി നിൽക്കുകയാണ്. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 വരാൻ പോകുന്നത് ഒരുപാട് അവസരങ്ങളുമായിട്ടാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, BFA, ബെബ്കോ LDC ടൈപ്പിസ്റ്റ്, അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്ലൈ ചെയ്തവരെല്ലാം സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ചിട്ടയായ പഠനവും കൃത്യമായ തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ 2026 വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും. അതിനുവേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, സെറ്റ് ദ ഗോൾ സെറ്റ് ചെയ്യുക. അതായത് ഏത് എക്സാം ആണോ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് മാത്രം പരിശ്രമിക്കുക. മറ്റ് എക്സാമുകളൊന്നും എഴുതണ്ട എന്നല്ല പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്, അതിന് വേണ്ടി മാത്രമായിട്ട് പരിശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് 10th ലെവൽ എക്സാംസിന് ക്രാക്ക് ചെയ്യണമല്ലോ, LGSന് പഠിക്കണമല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. ഏത് എക്സാമിനാണോ പഠിക്കുന്നത് അതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതായത് ഗോൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, ഉദാഹരണത്തിന് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി കിട്ടി നമ്മൾ അത് ആയി വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് സങ്കല്പിച്ച് നോക്കാവുന്നതാണ്. അതൊരു മാനിഫെസ്റ്റേഷൻ മാറി നമ്മൾ ആ ജോലി ചെയ്യുന്നത് പോലെ ആ പോസ്റ്റിൽ നമ്മൾ ഇരിക്കുന്നതൊക്കെ സങ്കല്പിച്ച് നോക്കാവുന്നതാണ്. മാനിഫെസ്റ്റേഷൻ വർക്കാവുമെന്ന് പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ പോസ്റ്റിൽ നമുക്ക് ആ ജോലി കിട്ടി എന്നുള്ള ഒരു തോന്നലിൽ വേണം നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത്, അണ്ടർസ്റ്റാൻഡ് ദി സിലബസ് നല്ലപോലെ മനസ്സിലാക്കുക. ഏത് എക്സാമിനാണോ തയ്യാറെടുക്കുന്നത് അതിൻ്റെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുക. സിലബസ് ബേസ് ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് സമയമൊന്നുമില്ല എക്സാമിന്, മാക്സിമം 6 months കിട്ടും. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അതിന് ബേസ് ചെയ്തിട്ട് 4 മണിക്കൂർ പഠിക്കാൻ 4 മണിക്കൂർ അതിലധികവും പഠിക്കുന്ന രീതിയിലുള്ള ടൈം ടേബിളായിരിക്കും സെറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് രാവിലെയാണോ അത് വൈകുന്നേരമാണോ രാത്രിയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. അത് ഡെയിലി ബേസിസ് അല്ലെങ്കിൽ വീക്ക്ലി ബേസിസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക. നിങ്ങളാണ് പഠിക്കുന്നത്, മറ്റുള്ളവരുടെ ടൈം ടേബിൾ നോക്കി പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ തയ്യാറാക്കിയെടുക്കുക. അടുത്തത് വേണ്ടത് കൺസിസ്റ്റൻസി. വിജയിക്കാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്നത്. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും, അതായത് ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്തു, ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി, പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. അതായത് പഠനത്തിൻ്റെ കാര്യത്തിലല്ല, ഏത് കാര്യത്തിലായാലും. അതായത് ഇപ്പോൾ ന്യൂ ഇയർ ആണ്, എല്ലാവരും ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. തടി കുറയ്ക്കണം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കോഴ്സിന് ചേരുക, അങ്ങനെ ഏതെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും ഏത് കാര്യമായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അപ്പോൾ കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു സക്സസ് എന്ന് പറയാറില്ലേ. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻറ്റ്. ഏത് കാര്യമായാലും ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അതായത് ഇന്ന് ചെയ്തു, നാളെ ഇന്നത്തെ അത്രയും നേരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യുക, കുറച്ചെങ്കിലും ചെയ്യുക. അതായത് കൺസിസ്റ്റൻസി ചെയ്തുകൊണ്ടിരിക്കുക, ഒരിക്കലും നിർത്താൻ പാടില്ല. സപ്പോസ് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അടുത്ത ദിവസം അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ കൺസിസ്റ്റൻസി നഷ്ടപ്പെടില്ല. അതായത് പിറ്റേ ദിവസവും നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യാതെ ഇരുന്നാൽ മാത്രമേ അത് ഒരു നഷ്ടമാവുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കുക. കൺസിസ്റ്റൻസിയാണ് എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയൂ. നമ്മൾ സെറ്റ് ചെയ്ത ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ ഹാർഡ് വർക്കിന് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ് എന്ന നോവലിൽ പറയുന്ന ഒരു തോട്ടുണ്ടല്ലോ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ അത് സാധ്യമാക്കാൻ കൂടെയുണ്ടാകും. അപ്പോൾ ആ വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോവുക. നമുക്ക് ജോലി കിട്ടിയെന്ന് തന്നെ വിഷ്വലൈസ് ചെയ്തിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.